ബി ദിലീപ് കുമാർ നമ്മളോടൊപ്പം ഉണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. അതോടൊപ്പം തന്നെ ശ്രീജിത്തും നമ്മളോടൊപ്പം ചെയ്തു. ശ്രീജിത്ത്, ഈ ആക്രമണം സംബന്ധിച്ച മറ്റെന്തെങ്കിലും, ഈ ആക്രമണം എപ്പോഴുണ്ടായി, എങ്ങനെയുണ്ടായി, ഏത് സ്വഭാവത്തിലുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് എന്നതിൽ വ്യക്തത വരുത്തുന്ന എന്തെങ്കിലും പുതിയ വിവരങ്ങൾ ഇപ്പോൾ വരുന്നുണ്ടോ? ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരം എന്ന് പറയുന്നത് ചർച്ചയ്ക്കെത്തി, അതായത് ട്രംപ് പറഞ്ഞ ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ എത്തിയ, അല്ലെങ്കിൽ ആ രൂപത്തിൽ ദോഹയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് ഈ സ്ഫോടനം അല്ലെങ്കിൽ ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഹമാസ് തന്നെ പറയുന്നത്. അതായത് സമാധാന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട് എന്ന് ഹമാസ് പറയുന്നു. അങ്ങനെ സമാധാന ചർച്ചകൾ നടത്താൻ ലക്ഷ്യമിട്ടെത്തി അവിടെ ദോഹയിൽ കേന്ദ്രീകരിച്ചിരുന്ന ആളുകളെ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നാണ് ഹമാസ് പറയുന്നത്. ആരും കൊല്ലപ്പെട്ടിട്ടില്ല. അങ്ങനെ ദോഹയിലെ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടിട്ടാണോ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്? ഇപ്പോൾ ഖത്താര മേഖലയിലാണ് ഈ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി ദൃക്സാക്ഷികൾ പറയുന്നത്. ഖത്താരയിലായിരുന്നു ഈ ഹമാസ് നേതാക്കളുടെ മധ്യസ്ഥ ചർച്ച നേരത്തെ നിശ്ചയിച്ചത്. ഉഗ്രശബ്ദം കേട്ടു, പുക ഉയരുന്നത് കണ്ടു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്, ഈ പ്രദേശവാസികൾ പറയുന്നത്. അപ്പോൾ ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യമിട്ടാണെങ്കിൽ ഈ മേഖലയിലായിരുന്നു വെടിനിർത്തൽ ധാരണകൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കാനിരുന്നത്. അതെ, തീർച്ചയായും അവിടെ തന്നെയായിരുന്നു ഇവർ കേന്ദ്രീകരിച്ചത്. ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉള്ളതും ഉണ്ടായിരുന്നതും ഈ ചർച്ചകൾക്കായി അവർ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുള്ളതെന്ന് ഖത്താർ തന്നെയാണ്. അവിടെ ലക്ഷ്യമിട്ടാണ് ഹമാസിന്റെ എല്ലാ നേതാക്കളും, പ്രത്യേകിച്ചും അവരുടെ പൊളിറ്റിക്കൽ ബ്യൂറോയുടെ നേതാക്കളെ ലക്ഷ്യമിട്ട് എന്നാണ് ഹമാസ് പറയുന്നതും. ഇസ്രായേലും അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ബ്യൂറോ എന്ന് പറയുമ്പോൾ ഹമാസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ നേതൃനിര, ആ ഉൾപ്പെടുന്ന നേതാക്കളെയാണ് ലക്ഷ്യമിട്ടുള്ളത്. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനപ്പുറത്തേക്ക് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഇപ്പോൾ ദോഹയിലാണ് ഉള്ളത്. അവരെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. അത് ഹമാസ് സ്ഥിരീകരിക്കുന്നുണ്ട്, ഇസ്രായേലും സ്ഥിരീകരിക്കുന്നു. ഇസ്രായേൽ പറയുന്ന കാര്യം, ഇനി ഹമാസ് എന്ന് പറയുന്ന സംഘടന തീവ്രവാദ സംഘടന, ഇസ്രായേലിന്റെ ഭാഷയിൽ ഹമാസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന ഇനി ഉണ്ടാകേണ്ടതില്ല. ഗസയിൽ നിന്നും പൂർണ്ണമായി നിങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ മുന്നറിയിപ്പ് തന്നു കഴിഞ്ഞു. ഈ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇനി നിങ്ങൾ ഞങ്ങളുമായി ചർച്ചകൾ നടത്തേണ്ടതില്ല. നിങ്ങൾ ഗസ വിട്ട് പോയാൽ മതി. ഗസയിൽ നിങ്ങളുടെ കേന്ദ്രങ്ങളോ നിങ്ങളുടെ പ്രവർത്തനങ്ങളോ വേണ്ട. ആ രൂപത്തിലാണ് ഇസ്രായേലിന്റെ നിലപാട്. ആ നിലപാട് തുടർന്നുകൊണ്ടാണ് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്ന് ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നാണ് ഹമാസ് കേന്ദ്രങ്ങൾ പറയുന്നത്. എന്തായാലും ഞാൻ വരാം ബി ദിലീപ് കുമാർ. ദിലീപ്, ഇത് ഈ സാധാരണക്കാരുടെ പാർപ്പിടങ്ങൾ, അവർ താമസിക്കുന്ന ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അൽ ജസീറ ആ സ്വഭാവത്തിലാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ? ഇപ്പോൾ ഖത്തർ വിദേശകാര്യ മന്ത്രിയുടെ വക്താവ് മാജിദ് അൽ അൻസാരി യുടെ പ്രതികരണം വരുന്നത് ഭീരുത്വം നിറഞ്ഞ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നതാണ്. ഇതിൽ അമേരിക്കയുടെ പിന്തുണയുണ്ടെന്ന് സംശയിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ ദിലീപ്? ഗോപികൃഷ്ണൻ, ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇസ്രയേൽ ഖത്തറിൽ കടന്ന് ആക്രമണം നടത്തിയിട്ടുണ്ട്. അവരുടെ പോർവിമാനങ്ങൾ ഖത്തറിലേക്ക് കടന്നതായാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു അവിടെ നടത്തിയിരുന്നത്. ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഖത്തർ കേന്ദ്രീകരിച്ച്, ദോഹ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ആക്രമണമെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിദേശത്ത് താമസിക്കുന്ന ഹമാസിന്റെ നേതാക്കളെ ഉന്മൂലനം ചെയ്യും എന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞിരുന്നത്. അതിനു പിന്നാലെയാണ് ഈ ആക്രമണം നടത്തിയിരുന്നത്. വളരെ കൃത്യമായി ഒരു മിനിറ്റ് മുൻപ് വന്ന ഒരു വിവരം ഞാൻ പറയട്ടെ. ഇസ്രായേൽ ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദോഹ അറ്റാക്ക് എന്ന നെതന്യാഹു പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. ദ ഓഫീസ് ഓഫ് ദി ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ സജസ്റ്റ് ദാറ്റ് ഇസ്രായേൽ ആക്ടഡ് അലോൺ ഇൻ ഇറ്റ് സ്ട്രൈക്സ് ഇൻ ദോഹ. ദോഹയിൽ നടത്തിയിട്ടുള്ള ആക്രമണം ഒറ്റയ്ക്കാണ്, അതിൽ മറ്റാരുടെയും പിന്തുണ ഉണ്ടായിട്ടില്ല. Today's action against the top terrorist chieftains of Hamas was a wholly independent Israeli operation, Netanyahu's official said in a social media post. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന ഔദ്യോഗികമായ ഭാഷ്യം ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്ന ഔദ്യോഗികമായി. മാത്രമല്ല, ഇസ്രായേൽ ഒറ്റയ്ക്ക് നടത്തിയ ഏകപക്ഷീയമായ ആക്രമണമാണ് എന്നാണ് നെതന്യാഹുയുടെ ഓഫീസിൽ നിന്ന് വരുന്ന വിവരം. മറ്റാരുടെയും പിന്തുണയോ സഹായമോ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല എന്നതാണ്. ഇറാനിൽ നടത്തിയ ആക്രമണം സംബന്ധിച്ചും ഈ കാര്യങ്ങൾ അതേ അനുഭവത്തിലേക്ക് ദോഹയിലെ കാര്യങ്ങൾ മാറുകയാണല്ലോ ദിലീപ്. ഗോപികൃഷ്ണൻ, ഇസ്രയേൽ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഈ ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ നെതന്യാഹു തന്നെ ഇക്കാര്യത്തിൽ ഈ ആക്രമണം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ് എന്ന കാര്യം അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഇസ്രയേലിലെ മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ, പ്രതിപക്ഷ നേതാക്കൾ അടക്കമുള്ളവർ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അതേസമയം ഖത്തർ അപലപിച്ചു, ഇറാൻ അപലപിച്ചു. അമേരിക്കയാകട്ടെ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിട്ടില്ല. ഇസ്രയേലിന്റെ ധനകാര്യമന്ത്രിയൊക്കെ ഈ ആക്രമണത്തെ സ്വാഗതം ചെയ്യുകയാണ്
ചെയ്തത്. ദോഹയിൽ നിർണായക ചർച്ചകൾ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടത്തിയിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ചില നിർണായക ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കവെയാണ് ഈ മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്നാണ് ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണം. ഇസ്രായേൽ പറയുന്നത് പോലെ അവരുടെ നേതാവ് ഖലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് ഹമാസ് നേതാക്കളെ ഉദ്ധരിച്ചുകൊണ്ട് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിലൊക്കെ ഏതായാലും കൂടുതൽ സ്ഥിരീകരണം വരും മിനിറ്റുകളിലോ വരും മണിക്കൂറുകളിലോ ഉണ്ടാകും എന്ന് കരുതാം. ഖത്തർ അക്ഷരാർത്ഥത്തിൽ ഖത്തറിനെ സംബന്ധിച്ച്, ദോഹയെ സംബന്ധിച്ചൊക്കെ വലിയ നടുക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആ രാജ്യത്തേക്ക് കടന്ന് നേരത്തെ ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അന്ന് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഖത്തറിലേക്ക് ചില ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള അമേരിക്കൻ സൈനിക താവളങ്ങളായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഖത്തറിൽ കടന്നുകൊള്ള ഇസ്രായേലിൻ്റെ ഈ ആക്രമണം അത് എങ്ങനെയായിരിക്കും പശ്ചിമേഷ്യയിലെ തുടർന്നുള്ള സമാധാന ശ്രമങ്ങളെയൊക്കെ ബാധിക്കാൻ പോവുക എന്നതറിയാനിരിക്കുന്നതേയുള്ളൂ. ഖലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെയാണ്, ഹമാസിൻ്റെ മുതിർന്ന നേതാക്കളെയാണ് ലക്ഷ്യമിട്ടത് എന്ന കാര്യം ഇസ്രായേൽ പറയുകയും ചെയ്യുന്നുണ്ട്. ശരി ദിലീപ്, ഇപ്പോൾ ഖത്തറിന്റെ ഔദ്യോഗികമായ ഒരു പ്രസ്താവന വന്നിരിക്കുന്നു. ഖത്തർ സ്റ്റേറ്റ്മെന്റ് ഓഫ് കണ്ടംനേഷൻ അതിന്റെ ഒരു മുഴുവൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ദിസ് ഈസ് എ ക്രിമിനൽ അസോൾട്ട് എന്നാണ് ഖത്തർ ഈ ആക്രമണത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ബ്ലേറ്റന്റ് വയലേഷൻ ഓഫ് ഓൾ ഇന്റർനാഷണൽ ലോസ് ആൻഡ് നോംസ്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമുണ്ടായിരിക്കുന്നു. ഇറ്റ് പോസസ് എ സീരിയസ് ത്രെറ്റ് ടു ദ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഓഫ് ഖത്താറീസ് ആൻഡ് റെസിഡൻസ് ഇൻ ഖത്തർ. ഖത്തറിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്ന, അതിന് വലിയ വെല്ലുവിളി ഉയർത്തുന്ന തരത്തിലുള്ള ഒന്നായി ഇസ്രായേലിൻ്റെ ആക്രമണം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കാൻ പോകുന്നു. അത് ആ ഇൻവെസ്റ്റിഗേഷൻ ഇറ്റ് ഈസ് അണ്ടർവേ അറ്റ് ദ ഹയസ്റ്റ് ലെവൽ ആൻഡ് ഫർദർ ഡീറ്റെയിൽസ് വിൽ ബി അനൗൺസ്ഡ് ആസ് സൂൺ ആസ് ദേ ആർ അവൈലബിൾ. തുടർന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അറിയിക്കാം എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇസ്രായേലി മീഡിയ റിപ്പോർട്ട്സ് സ്ട്രൈക്ക് ഓൺ ദോഹ വാസ് പ്രീ കോർഡിനേറ്റഡ് വിത്ത് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അങ്ങനെ ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണം, ദോഹയിൽ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന വിവരങ്ങൾ പോലെ അത് ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് നടത്തിയതല്ല. അത് വളരെ നേരത്തെ തന്നെ അമേരിക്കയുമായി ചേർന്ന് ആസൂത്രണം ചെയ്യപ്പെട്ടതാണ്. ദോഹയിൽ ഇപ്പോൾ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയിരിക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണം എന്ന വിവരം ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ ഏകപക്ഷീയമായി ഒറ്റയ്ക്ക് നടത്തിയ ആക്രമണം എന്നതാണ്. മധ്യപൂർവേഷ്യയിൽ വലിയ പ്രശ്നങ്ങൾക്ക്, ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്ന ഒന്നായി ദോഹയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം മാറുകയാണ്. ഇത് ഏത് സ്വഭാവത്തിലുള്ള ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ദോഹയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിലുള്ള അവ്യക്തത ഇതുവരെ നീങ്ങിയിട്ടില്ല. അത് മിസൈലുകളായിരുന്നോ, ടാർഗറ്റഡ് ബോംബ്സ് ആയിരുന്നോ, അതല്ല കെട്ടിടത്തിനകത്ത് തന്നെ കൊണ്ടുവച്ചിരുന്ന ബോംബുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു, ഈ കാര്യങ്ങളിൽ ഒന്നും തന്നെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഏതായാലും ഇസ്രയേലിൽ നിന്ന് ഡ്രോൺ വഴി ആക്രമണം നടത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ആക്രമണത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതകൾ ഇനി വരാനിരിക്കുന്നതുള്ളൂ.